അപ്പോൾ ഈ 4 രൂപയ്ക്കുള്ളതിന് എന്തിനാണ് റദ്ദ് ചെയ്തത്? അത് എന്തിനാണ് അവരെ കൊണ്ട് തന്നെ 9 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്? ആ പ്രതിഭാസം അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ആ സംശയം. കഴിഞ്ഞ മേയിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ആ എഗ്രിമെൻറ്റിനെ റദ്ദ് ചെയ്തു. അത് റദ്ദ് ചെയ്ത് എന്തിനാണെന്ന് ഞാൻ അവിടെ പോയപ്പോൾ ചോദിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു മറുപടിയും അവർക്കില്ല. അപ്പോൾ പിന്നെ ഇവിടെ കരഞ്ഞ് പറഞ്ഞ് അപ്പോൾ എത്ര രൂപയ്ക്കാണെങ്കിൽ എനിക്ക് തരാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തരാം. ഈ 4 രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്നതാണ്. അത് ഇനിയും 15 കൊല്ലത്തേക്ക് അതിലേക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും കേരളത്തിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കൂടംകുളം സ്റ്റേഷൻ റെഗുലേറ്ററി കമ്മീഷൻ. ഈ റെഗുലേറ്ററി കമ്മീഷൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഹരിയാണ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ലോങ് ടൈം എഗ്രിമെൻ്റായിട്ട് 3 എഗ്രിമെൻറ്റ് അവരുടെ കാലത്ത് 7 കൊല്ലത്തിന് മുമ്പേ വെച്ചിരുന്നു. ആ എഗ്രിമെൻറ്റിൽ 25 വർഷത്തേക്ക് ഞങ്ങൾ 4 രൂപ 20 പൈസയ്ക്ക് കറണ്ട് വാങ്ങിച്ചു കൊള്ളാമെന്നാണ് ആ എഗ്രിമെൻറ്റ്. പക്ഷേ ആ എഗ്രിമെൻറ്റിന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മേയിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ആ എഗ്രിമെൻറ്റിനെ റദ്ദ് ചെയ്തു. അത് റദ്ദ് ചെയ്ത് എന്തിനാണെന്ന് ഞാൻ അവിടെ പോയപ്പോൾ ചോദിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു മറുപടിയും അവർക്കില്ല. പക്ഷേ ഇത് റദ്ദ് ചെയ്തപ്പോൾ കേരളത്തിൽ വൈകിട്ടായപ്പോൾ ഏകദേശം 465 മെഗാവാട്ടിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് വലിയ കുഴപ്പം പറ്റില്ല. അപ്പോൾ കോഴിക്കോട് അങ്ങോട്ടൊക്കെയുള്ള ഏരിയയിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഈ വലിയ പ്രശ്നമായതുകൊണ്ട് ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ ക്യാൻസൽ ചെയ്ത എഗ്രിമെൻറ്റിന് ജീവിപ്പിക്കണമെന്ന് പറഞ്ഞു. അയാൾ ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രി ആയിരിക്കാം, നിങ്ങളുടെ സ്ഥാനം മാറുകയാണ്, വേറെ ആളാണ് ഇനി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇരുന്നോളാം, അതിനെ ശരിയാക്കാം. ശരിയാക്കാമെന്ന് പറഞ്ഞ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്കാരെ കമ്പനി പോയപ്പോൾ നിങ്ങൾക്ക് ഇനി നമ്മൾ തരില്ല. കാര്യം ഞങ്ങൾ 4 രൂപ 20 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് തരാൻ വേണ്ടിയാണ് എഗ്രിമെൻറ്റ് ചെയ്തത്. ആ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി 7 കൊല്ലം മറ്റേ ആയുള്ളൂ. അപ്പോഴും നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്തു. അത് ഞങ്ങളുടെ ആവശ്യമല്ല. അപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്തെങ്കിൽ ആ എമൗണ്ടിൽ നമുക്കിപ്പം തരാൻ ഒക്കില്ല. അപ്പോൾ പിന്നെ ഇവിടെ കരഞ്ഞ് പറഞ്ഞ് അപ്പോൾ എത്ര രൂപയ്ക്കാണെങ്കിൽ എനിക്ക് തരാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തരാം. ഈ 4 രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്നതാണ്. അത് ഇനിയും 15 കൊല്ലത്തേക്ക് അതിലേക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. അതിനെ തർക്കിച്ച് അതിപ്പോൾ 9 രൂപയ്ക്കാക്കി. അതാണ് വൈകിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 രൂപയ്ക്കുള്ളതിന് എന്തിനാണ് റദ്ദ് ചെയ്തത്? അത് എന്തിനാണ് അവരെ കൊണ്ട് തന്നെ 9 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്? ആ പ്രതിഭാസം അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ആ സംശയം. ഇത് പേപ്പറിലൊന്നും വരുന്നില്ല. പേപ്പറിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നില്ല. പിന്നെ ഇത് പറയാം. അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയിലുള്ള ഒരാൾ, അതൊരു 3 പേര് ചേർന്നവർ ഇതാണ് കമ്മിറ്റി പോലെയുള്ള. അപ്പോഴും അവർ ഇതിന് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇങ്ങനെയുള്ള ഇത് ചെയ്താൽ അപ്പോൾ അവർക്കുമൊക്കെ ഉദ്ദേശം ഓരോന്നുണ്ട്, ഓരോ ഐറ്റം ഉദ്ദേശമുണ്ട്. ഇപ്പോഴും കേരളത്തിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കൂടംകുളം സ്റ്റേഷൻ. തമിഴ്നാടുള്ള കൂടംകുളം സ്റ്റേഷനിൽ വൈദ്യുതി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചപ്പോൾ നമ്മുടെ പാർട്ടിക്കാർ അവിടെ ചെന്ന് സമരം ചെയ്തു. പക്ഷേ ഇപ്പോഴും 180 മെഗാവാട്ട് വൈദ്യുതി അവർ ഈ കേരളത്തിന് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു താല്പര്യവും സംസ്ഥാനത്തിന് ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിയും ബാക്കിയുള്ള എല്ലാ സാധനവും അരിയും എല്ലാം തമിഴ്നാട് അല്ലെങ്കിൽ അതേപോലെയുള്ള സ്റ്റേറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നത്. ഇവിടെ ഇത് ഉണ്ടാക്കാനില്ല. അവരെ നിന്ന് നമ്മൾ ആവശ്യം പോലെ ഇതുപോലെ വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ
മഴ പെയ്യുമ്പോഴത് ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡാമിൽ വെള്ളം കൂടും, വെള്ളം കൂടുന്നതനുസരിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും കുഴപ്പമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളം അതിൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ മണ്ണും ചെളിയും എല്ലാം ഈ ഡാമിൽ എത്രയോ കൊല്ലമുള്ളത് അടിഞ്ഞു കിടക്കുകയാണ്. അത് മാറ്റുന്നില്ല. അത് മാറ്റിയിരുന്നെങ്കിൽ കൂടുതൽ വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് സ്റ്റോക്ക് ചെയ്യാതെ വലിയ മഴ വരുമ്പോൾ കുറേശ്ശെ വെള്ളം നമ്മൾ തുറന്നു വിട്ടുകൊണ്ടിരിക്കും. അതും അങ്ങനെ ഒരു നഷ്ടം വരുത്താം. ആ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.